നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗൃഹപ്രവേശനത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് ഉത്തമം, മധ്യമം, അധമം 3 രീതിയിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ഇവിടെ. പ്രധാനമായിട്ടും ഗൃഹാരംഭത്തിന് എടുക്കുമ്പോൾ അനിഴം, രോഹിണി, രേവതി, പൂയം, ഉത്രം, ഉത്രട്ടാതി, മകയിരം, അത്തം, ഉത്രാടം എന്നീ പറഞ്ഞ 9 നക്ഷത്രങ്ങൾ ഗൃഹാരംഭത്തിന് വളരെ ഉത്തമമായ നക്ഷത്രമാകുന്നു. അത് കഴിഞ്ഞാൽ ചിത്തിര, മൂലം, ചോതി, പുണർദം, അവിട്ടം, ചതയം, തിരുവോണം എന്നീ പറഞ്ഞ നക്ഷത്രങ്ങൾ മധ്യമമായിട്ട് എടുക്കാം. മുകളിൽ പറഞ്ഞ ഉത്തമമായ നക്ഷത്രങ്ങൾ എടുക്കുവാൻ സാഹചര്യം കിട്ടാത്ത പക്ഷം താഴെ പറഞ്ഞ മധ്യമമായിട്ടുള്ള നക്ഷത്രങ്ങൾ അത്യാവശ്യ ഘട്ടത്തിൽ സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇനി പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക, തിരുവാതിര, ആയില്യം, മകം, പൂരം, വിശാഖം, പൂരാടം, തൃക്കേട്ട, പൂരുരുട്ടാതി ഈ 11 നക്ഷത്രങ്ങൾ അധമ ആകുന്നു. അതായത് ഗൃഹപ്രവേശനത്തിന് ഈ അവസാനം പറഞ്ഞ ഈ 11 നക്ഷത്രങ്ങൾ ഒരിക്കലും എടുക്കല്ല് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ രീതിയിലുള്ള നക്ഷത്രങ്ങളാണ് ഗൃഹാരംഭത്തിന് അനുയോജ്യമായതും മധ്യമമായതും എടുക്കാൻ പാടില്ലാത്തതുമായ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.